നമസ്കാരം. വേനൽക്കാലത്ത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് തണ്ണിമത്തൻ. ദാഹം മാറ്റാനും ശരീരത്തിന് തണുപ്പ് നൽകാനും തണ്ണിമത്തൻ നല്ലതാണ്. എന്നാൽ തണ്ണിമത്തൻ കഴിച്ച ശേഷം നമ്മൾ സാധാരണയായി അതിന്റെ തൊലി കളയാറാണ് പതിവ്. തണ്ണിമത്തന്റെ തൊലി ഉപയോഗിച്ച് എങ്ങനെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാമെന്നും തിളക്കമുള്ളതാക്കാമെന്നും നോക്കാം. തണ്ണിമത്തന്റെ തൊലിയിൽ 90% വെള്ളമാണ്. ഇത് ചർമ്മത്തിന് ഈർപ്പം നൽകി വരൾച്ചയെ മാറ്റുന്നു. ഇതിൽ വിറ്റാമിൻ എ, സി, ലൈക്കോപിൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി ഉണ്ട്. ഇത് ചർമ്മത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചേർത്ത് പ്രായമാകുന്ന ലക്ഷണങ്ങളെ തടയുന്നു. വിറ്റാമിൻ സി മുഖക്കുരുവിന്റെ പാടുകളും കറുത്ത പാടുകളും കുറയ്ക്കാൻ സഹായിക്കും. ചർമ്മത്തിന് സ്വാഭാവികമായ തിളക്കം നൽകാനും നിറം വർദ്ധിപ്പിക്കാനും തണ്ണിമത്തൻ തൊലി സഹായിക്കും. ഇതിന്റെ തണുപ്പിക്കുന്ന സ്വഭാവം വീക്കം കുറയ്ക്കാനും ചർമ്മത്തിലെ അസ്വസ്ഥതകൾ മാറ്റാനും സഹായിക്കും. തണ്ണിമത്തന്റെ പച്ചത്തൊലി നന്നായി കഴുകി വൃത്തിയാക്കുക. തൊലിയുടെ ഉൾഭാഗത്തെ വെളുത്ത ഭാഗം മുഖത്തും കഴുത്തിലും മൃദുവായി ഉരസുക, പ്രത്യേകിച്ചും പാടുള്ള ഭാഗങ്ങളിൽ. 15-20 മിനിറ്റ് ഇത് ചർമ്മത്തിൽ തന്നെ വയ്ക്കുക. ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. ദിവസവും ഇത് ചെയ്യുന്നത് ചർമ്മത്തിന് ഉന്മേഷവും തിളക്കവും നൽകും. തണ്ണിമത്തൻ തൊലിയുടെ വെളുത്ത ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഈ പേസ്റ്റിൽ 1 ടീസ്പൂൺ ശുദ്ധമായ തേൻ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഈ മിശ്രിതം മുഖത്തും കഴുത്തിലും പുരട്ടി 15-20 മിനിറ്റ് വയ്ക്കുക. ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. തേൻ ചർമ്മത്തിന് ഈർപ്പം നൽകാനും ബാക്ടീരിയകളെ ചെറുക്കാനും സഹായിക്കും. ആഴ്ചയിൽ 2-3 തവണ ഇത് ചെയ്യാം. തണ്ണിമത്തൻ തൊലിയുടെ പേസ്റ്റിലേക്ക് 1 ടീസ്പൂൺ കറ്റാർവാഴ ജെല്ല് കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഈ മിശ്രിതം മുഖത്തും കഴുത്തിലും പുരട്ടി 15-20 മിനിറ്റ് വയ്ക്കുക. ശേഷം കഴുകിക്കളയാം. കറ്റാർവാഴ ചർമ്മത്തെ തണുപ്പിക്കാനും മൂക്കുരു കുറയ്ക്കാനും പാടുകൾ മാറ്റാനും സഹായിക്കും. സെൻസിറ്റീവ് ചർമ്മം ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. തണ്ണിമത്തന്റെ തൊലി ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകി വൃത്തിയാക്കുക. നല്ല ഫലം ലഭിക്കാൻ ഇത് സ്ഥിരമായി തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.